അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പെരുന്നാൾ ദിവസം രാവിലെ അതാ ബുഷിയും അൻഷിഫും. ബുഷിക്ക് ആദ്യത്തെ പെരുന്നാളാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ അവളുടെ മനസ്സിൽ എന്തൊക്കെയോ ഒരു വെപ്രാളം ഉണ്ടായിരുന്നു. സാധാരണത്തെ രീതിയിൽ വീട്ടിലാകുമ്പോൾ നേരെ തിരിച്ചാണ്. ഇവിടെ ഞാനിന്നൊരു മരുമകളാണ്, അതുകൊണ്ട് തന്നെ തൻ്റെ വീട്ടിലെ സ്വാതന്ത്ര്യമൊന്നും എടുക്കാൻ ഇവിടെ പറ്റില്ലല്ലോ എന്ന് കരുതും അവൾ. എന്നാൽ ആ ഉമ്മ വളരെയധികം സ്നേഹമുള്ള ഉമ്മയായിരുന്നു. ആ ഉമ്മ പൊന്നു മോളെ പോലെയാണ് അവൾ നോക്കിയത്. ഉമ്മ പറഞ്ഞു, മോളെ മക്കളെ വേഗം കുളിച്ചോളി, വേഗം കുളിച്ചൊരുങ്ങിക്കോളി, പുതിയ വസ്ത്രങ്ങളൊക്കെ ഇടണ്ടേ. പിന്നെ ഉമ്മ അപ്പോഴേക്കും ബിരിയാണിയൊക്കെ ഉണ്ടാക്കാം. ശരിക്കും ആ ഉമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ അവൾക്ക് കണ്ണുകൾ നിറഞ്ഞു. കാര്യം അൻഷിഫ് അങ്ങനത്തെ ഒരാളൊക്കെ തന്നെയാണ്. പക്ഷേ ആ ഉമ്മയുടെ സ്നേഹവും കരുതലൊക്കെ കാണുമ്പോഴേ ശരിക്കും അവൾക്ക് വല്ലാത്ത എന്തൊക്കെയോ തോന്നിപ്പോവുകയാണ് അവളുടെ മനസ്സിൽ. തലേ ദിവസം മൈലാഞ്ചി ഇടാൻ നിർബന്ധിച്ചതും അതും ഉമ്മ തന്നെയാണ്, ഉമ്മയാണ് ഇട്ട് തന്നതും. പക്ഷേ അൻഷിഫ് ആദ്യത്തെ ആ ഒരു കാഴ്ചയിൽ തന്നോടല്പം വെറുപ്പ് കാണിച്ചിരുന്നു. ആർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നീ മൈലാഞ്ചിയൊക്കെ ഇട്ടിരിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ അവൾക്ക് നല്ല സങ്കടമുണ്ടായിരുന്നു. എന്നാൽ പെരുന്നാൾ ദിവസം രാവിലെ ഉമ്മ ഉണ്ടാക്കിയ ആ ഒരു നെയ്യപ്പവും ചായയും അവൾക്ക് നീട്ടി. മോളെ ഇത് കുടിച്ചോ. എന്നാൽ ആ ഉമ്മയുടെ വാക്കുകളും കരുതലും എല്ലാം അവൾക്ക് വളരെയധികം സങ്കടമുള്ളതാക്കി. പക്ഷേ തെറ്റിദ്ധാരണ അത് വന്നു കഴിഞ്ഞാൽ ഒരാൾക്കും ഒന്നും ഇഷ്ടമുണ്ടാവില്ല. കാരണം എൻ്റെ ഭർത്താവ് ഇപ്പോൾ എന്നെ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഷാമിലും ഞാനുമായുള്ള ബന്ധത്തിൻ്റെ പേരിൽ ഒരിക്കൽ പോലും വിവാഹത്തിന് ശേഷം മറ്റു രീതിയിലുള്ള ഒരു ബന്ധങ്ങളും ഒന്നും ഞങ്ങൾ ഉണ്ടായിട്ടില്ല. അതിന് മുൻപും ഉണ്ടായിട്ടില്ല. വിവാഹം കഴിക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു, മനസ്സിൻ്റെ ഉള്ളിലൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. പക്ഷേ അത് ഈ രീതിയിലൊന്നും വളച്ചൊടിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ശരിക്കും ഷാമിലിൻ്റെ സ്നേഹം പവിത്രമായ സ്നേഹമാണ്, അതെനിക്ക് നന്നായിട്ടറിയാം. എൻ്റെ ഭാവി ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഷാമിൽ എന്നെ ഒഴിവാക്കി തന്നതും അതും എനിക്ക് നന്നായിട്ടറിയാം. കാരണം അവൻ്റെ വിവാഹം പെട്ടെന്ന് നടക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയപ്പോൾ അവൻ്റെ വീട്ടിലെ സാഹചര്യങ്ങൾ അതെല്ലാം കൊണ്ടും ആ സാധു അങ്ങനെ ഒരു തീരുമാനമെടുത്തു. എന്നാൽ ഇപ്പോൾ സിനാൻ ഡോക്ടർ നല്ല ആൾ തന്നെയാണ്. ഡോക്ടർമാരായാലും ഇത്രക്കും വഞ്ചനയും ചതിയൊക്കെ ചെയ്യുന്നവരുണ്ടാവുമോ? മോളെ എന്താ ആലോചിച്ചിരിക്കണേ? വരി, നല്ലോണമെന്ന് മുടിമേൽ എണ്ണിട്ട് തരാം. പണ്ടത്തെ കാലത്തൊക്കെ പഴയ കാലത്തിട്ടോ ഇപ്പോഴല്ലേ, ഇപ്പം അൽഹംദുലില്ലാ റാഹത്താണ്. എൻ്റെ മോന് പഠിച്ച് ഡോക്ടറായി, എല്ലാം നല്ല നിലയിൽ, നല്ല ശമ്പളവും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല റാഹത്താണ് ജീവിതമൊക്കെ. പൊന്നു മോളെ, നമ്മൾ ചെറുപ്പക്കാലൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാലേ, പെരുന്നാൾ ദിവസമായാലേ എൻ്റെ ഉമ്മക്ക് 10 മക്കളായിരുന്നു. ഈ 10 മക്കളെയും കൂടി എൻ്റെ ഉമ്മ ചെറിയ ചെറിയ കുട്ടികളെയൊക്കെ എല്ലാവരും നല്ല രീതിയിൽ എണ്ണ തേച്ച് പെരുന്നാൾ ദിവസം നല്ലോണം ഒന്ന് കുളിപ്പിക്കും. നല്ല പുതിയ സോപ്പൊക്കെ എടുത്ത് അതൊരു സന്തോഷമായിരുന്നു മോളെ. ആ ഒരു കാലമൊന്നും ഇപ്പം ഇല്ലല്ലോ മോളെ. ഇപ്പം ഏതായാലും എല്ലാവരും വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരും എല്ലാവർക്കും പണമായി. പക്ഷേ ഒരു സമാധാനക്കേട് ഉള്ള പോലെയാണ്. പഴയ ആ ഒരു സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് നല്ല രസമായിരുന്നു പെരുന്നാളൊക്കെ എന്ന് വെച്ചാൽ. അന്നത്തെ കാലത്ത് പെരുന്നാൾക്ക് ബിരിയാണി വെക്കൂ, അല്ലാത്ത ദിവസങ്ങളിലൊന്നും ബിരിയാണി ഒന്നും വെക്കൂല. ഇപ്പം എപ്പോഴും ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ ബിരിയാണി ആയതുകൊണ്ട് തന്നെ ആർക്കും അത് വല്ലാതൊരു പുത്തിരിയൊന്നുമല്ല. എന്നാൽ പെരുന്നാൾ ദിവസം ആ ഒരു ബിരിയാണി എന്നൊക്കെ പറയുമ്പോഴേ അത് വല്ലാത്തൊരു രസമായിരുന്നു. അന്നാണെങ്കിൽ മൈലാഞ്ചി ഇട്ട് തന്നത് ഞാൻ ഓർമ്മക്കാണ്. ഞാൻ പറയും മോനോട്, മോൻ പറയാറുണ്ടല്ലോ ഈ ട്യൂബ് മൈലാഞ്ചി ഒന്നും ഇടരുതുമ്മ, അങ്ങനെ ഈ നാച്ചുറലായിട്ടുള്ള നമ്മളെ ഇലമൈലാഞ്ചി ഇടണം എന്നൊക്കെ. അന്ന് മോളെ നിനക്ക് കേൾക്കണോ, മൈലാഞ്ചി നല്ലോണം അങ്ങോട്ട് അരക്കും ഉമ്മ. അരച്ചതിന് ശേഷം ഈ വിളഞ്ഞീനെ ഉരുക്കിയിട്ട് ഇങ്ങനെ കൈകളിൽ ഇങ്ങനെ കുത്തിയിട്ട് അങ്ങനെ ഓരോ ചിത്രങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടും ചന്ദ്രക്കലയും നക്ഷത്രവും അങ്ങനെയൊക്കെ ഒപ്പിച്ച് പുള്ളിക്കുത്തൊക്കെ കുത്തി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ തണുപ്പുള്ള മൈലാഞ്ചി അങ്ങോട്ട് പൊത്തും. എന്തൊരു സുഖമായിരുന്നു എന്നോ. പിന്നെ അതും വാഴയില കൊണ്ട് എന്തുകൊണ്ടൊക്കെ കെട്ടി, കവർ കൊണ്ടൊക്കെ കെട്ടി പൊതിഞ്ഞ് അങ്ങ് കിടന്നുറങ്ങും. പിറ്റേന്ന് രാവിലെ എൻ്റെ അമ്മോ കൈ അങ്ങ് നീർത്താൻ കഴിയൂല. അപ്പോഴേക്കും കൈ ഭയങ്കര വേദനയായിരിക്കും. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ റബ്ബേ എന്ത് രസമായിരിക്കുന്നോ കയ്യിൻ്റെ ഒരു ചുവപ്പ്. അന്നൊക്കെ അങ്ങനെയായിരുന്നു മൈലാഞ്ചി ഇടലൊക്കെ. ഇപ്പോൾ പിന്നെ അങ്ങനെയൊന്നുമല്ലല്ലോ. ഞാനേതായാലും കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മോളെ ശരിക്കും ഇവിടെ ഇരിക്കുക. മോളുടെ മുടി മാഷാ അല്ലാ ഒരുപാടുണ്ട്. ഏതായാലും ഈ മുടിയൊക്കെ ഒന്ന് എണ്ണ തേച്ച് നല്ല വൃത്തിയാക്കി നല്ലോണം ഒരു കുളി കുളിക്കും. മറ്റേത് തന്നെ കോളേജിലായാലും ഒക്കെ പോകുമ്പോഴൊക്കെ പെട്ടെന്ന് പോക്കും വരവൊക്കെ ആയതുകൊണ്ട് തന്നെ മുടിയൊന്നും വല്ലാതെ നോക്കാനും ശ്രദ്ധിക്കാനും സമയം കിട്ടൂലല്ലോ അല്ലേ. ഉമ്മ നല്ലോണം ഒന്ന് എണ്ണ തേച്ച് തരാം.
അങ്ങനെ അത് ബുഷിയുടെ മുടിയിൽ ഉമ്മ നല്ല രീതിയിൽ എണ്ണ തേച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് അൻഷിഫ് അങ്ങോട്ട് വന്നു. ഒരു നിമിഷം അൻഷിഫ് ഒന്ന് ഞെട്ടിപ്പോയി. എൻ്റെ ഭാര്യയ്ക്ക് ഇത്രയും സൗന്ദര്യമുണ്ടായിരുന്നോ? അതെ, ഞാനൊന്നും ശ്രദ്ധിച്ചില്ല, ഞാനൊന്നും നോക്കിയില്ല. ശരിക്കും മറ്റാരൊക്കെ എന്തൊക്കെ പറയുന്നതാണ് എൻ്റെ മനസ്സിലേക്ക് കയറി വന്നത്. അല്ലാതെ അവളുടെ സൗന്ദര്യത്തിൽ ഞാൻ ഇതുവരെ ആ സൗന്ദര്യം ആസ്വദിക്കാനൊരു സമയം കണ്ടെത്തിയില്ല. ശരിക്കും ബുഷിയുടെ സൗന്ദര്യം അതാ അൻഷിഫ് ആസ്വദിക്കുന്നു. അത് അവൻ കോണിപ്പടികൾ ഇറങ്ങി വരുന്ന സമയത്താണ് ഉമ്മ അടുക്കളയുടെ തൊട്ടപ്പുറത്തുള്ള ആ ഒരു ബാൽക്കണിയിൽ ഇരുന്നു കൊണ്ട് അവളുടെ മുടിയിഴകൾ നന്നായിട്ട് എണ്ണ തേച്ച് മസാജ് ചെയ്യുന്നത് കണ്ടത്. ശരിക്കും അൻഷിഫ് അതൊരു നിമിഷം നോക്കി നിന്ന് പോയി. അതെ, എന്ത് ഭംഗിയുള്ള മുടി! അവളുടെ ശരീരത്തിൻ്റെ ഒരു അഴകിനനുസരിച്ച് ആ മുടി ഇങ്ങനെ വിടർന്നു കിടക്കുമ്പോൾ വല്ലാത്തൊരു മൊഞ്ചാണ് അതിന്. അനു, അനു, ഉമ്മ വിളിക്കുന്നു. ആ ഉമ്മ. അവൻ കോണിപ്പടിയിൽ പകുതി വഴിയിൽ നിൽക്കുകയായിരുന്നു ബുഷിയുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട്. ആ എന്താ മോനെ, നീ സ്വപ്നം കണ്ടിരിക്കുകയാണോ? എന്താ നീ എവിടെ? ആ ഉമ്മ, ഇത് വരുന്നു. ആ മോനെ അനു, പിന്നെ എടാ പള്ളിയിൽ പോകാനായില്ലേ? ഉമ്മ, ഞാൻ റെഡി ആയിട്ടുണ്ട്. അത് ശരിക്കും അവൾ തിരിഞ്ഞു നോക്കി. തൻ്റെ ഭർത്താവ് സുന്ദരനായി സുമുഖനായി പള്ളിയിലേക്ക് പോകുന്ന ആ ഒരു മനോഹരമായ ആ ഒരു കാഴ്ച അവൾ നോക്കി നിന്നു. അതെ, എൻ്റെ ഭർത്താവ് ഇത്രയ്ക്കും സുന്ദരനായിരുന്നോ? എപ്പോഴും ഡോക്ടറുടെ ആ വേഷത്തിലാണ് കാണുന്നത്. ഇപ്പോഴാണെങ്കിൽ കണ്ടത് നല്ല അടിപൊളി നല്ല വൈറ്റ് ഷർട്ടും വൈറ്റ് മുണ്ടും നല്ല വൈറ്റ് തൊപ്പിയൊക്കെ ധരിച്ചുകൊണ്ട്. എന്ത് ഭംഗിയാണ് പഠിച്ചോനെ! ഈ പെരുന്നാൾ ശരിക്കും എൻ്റെ ഭർത്താവ് കൊണ്ടുപോയോ എന്ന് വരെ അവൾ ചിന്തിച്ചു. സത്യം പറഞ്ഞാൽ നല്ലൊരു ലുക്കായിരുന്നു നമ്മുടെ അൻഷിഫിന്. പക്ഷേ എന്ത് ചെയ്യാൻ, ലുക്കിലല്ലല്ലോ കാര്യം, വർക്കിലാണല്ലോ എന്ന് പറയുന്ന പോലെ അവനെ കണ്ടാൽ ഒരിക്കലും തോന്നില്ല. പക്ഷേ ഓപ്പറേഷൻ തിയേറ്ററിലും അതുപോലെ സർജിക്കൽ സ്റ്റേജിലുമൊക്കെ അവൻ ഒന്നാമനാണ് എല്ലാത്തിനും. പക്ഷേ എന്ത് ചെയ്യാൻ, ഒരു പെണ്ണിൻ്റെ മനസ്സറിയുന്നതിൽ, ഒരു പെണ്ണിനെ സന്തോഷിപ്പിക്കുന്നതിൽ അതവന് കഴിയുന്നില്ല. അതാണ് അവൻ്റെ പ്രോബ്ലം, മറ്റൊന്നുമല്ല. ഒരു നിമിഷം ബുഷി അത് നോക്കി നിന്നു. എന്നാൽ അവളുടെ മനസ്സിലേക്ക് വീണ്ടും കയറി വന്നു സിനാൻ പറഞ്ഞ ആ കാര്യം. എൻ്റെ ഭർത്താവ് എന്നെ വെറുത്തു റബ്ബേ, എൻ്റെ ഭർത്താവിന് എന്നോട് ദേഷ്യം തോന്നിയിട്ടുണ്ടാവുമോ എനിക്കറിയുന്നില്ല. എങ്കിലും അദ്ദേഹം ആദ്യമൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്നോട് പിന്നെ ക്ഷമിക്കും, എന്നോട് പശ്ചാത്തപിക്കും, ഒരുപാട് സങ്കടപ്പെടും. അങ്ങനെയാണ്, അതാണ് അൻഷിഫിൻ്റെ ഒരു വ്യക്തിത്വമായ സ്വഭാവം. ദേഷ്യം കൊണ്ട് എന്തെങ്കിലും പറഞ്ഞു പോവും, പക്ഷേ പിന്നീട് അതിയായ ഖേദമായിരിക്കും, പിന്നീട് മാപ്പ് ചോദിക്കലും പറയലും എല്ലാം ആയിരിക്കും. അതാണ് എൻ്റെ അൻഷിഫിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ. ഉമ്മ, എന്നാൽ ശരി, ഞാൻ പോയിട്ട് വരാം. അസ്സലാമു അലൈക്കും. മോനെ പോവുകയാണോ ബുഷി? ആ ഇക്ക, പോയിട്ട് വരാം. ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. അങ്ങനെ അതാ അൻഷിഫ് പള്ളിയിലേക്ക് പോയി. എന്നാൽ ഉമ്മ പറഞ്ഞു, പൊന്നു ബുഷി മോളെ, ഇനി വേഗം ഒന്ന് കുളിച്ചേക്ക്, കുളിച്ച് അവൻ വരുമ്പോഴത്തേനൊന്ന് മാറ്റി നിൽക്കട്ടോ. ബിരിയാണിയും പായസവും കാര്യങ്ങളൊക്കെ അത് ഞാൻ സെറ്റ് ആയിക്കോളാം, അതിന് അധികം പണിയൊന്നുമില്ല, ഒരുവിധം പണികളെല്ലാം കഴിഞ്ഞതാണ്. ആ പിന്നെ മോളെ നല്ലോണം കുളിച്ച് പുതിയ വസ്ത്രമൊക്കെ ഇട്ടോ. ശരിക്കും അതാ ഒരു മോളെ എത്രമാത്രം ഉമ്മ ഒരുക്കുന്നു, അതുപോലെയാണ് ബുഷിയെ ഉമ്മ ഒരുക്കുന്നത്. അവൾ കുളിക്കുവാൻ വേണ്ടി ബാത്റൂമിലേക്ക് പോയി. അവൾ ഒരു നിമിഷം ചിന്തിച്ചു, പഠിച്ചോനെ എന്താലേ, വല്ലാത്തൊരു അവസ്ഥയാണ് എൻ്റെ അവസ്ഥ. അതായത് മറ്റൊന്നുമല്ല, സ്നേഹം കൊണ്ട് പൊതിയും ഇവരൊക്കെ, എങ്ങനെ ഇവർ, പക്ഷേ വേണ്ട, എല്ലാം പടച്ചവനെന്ന് കണ്ടിട്ടുണ്ടാവും. റബ്ബേ, ഈ സ്നേഹം ഒന്ന് നിലനിർത്തിയാൽ മതി, വേറൊന്നും വേണ്ട റബ്ബേ. അവൾ കുളി കഴിഞ്ഞ് നല്ലൊരു ചുരിദാറെല്ലാം ഇട്ട് അതാ പുറത്തേക്ക് ഇറങ്ങി. തോർത്തുകൊണ്ട് അവൾ മുടി നല്ല രീതിയിൽ ചുറ്റി പിടിച്ച് വെച്ചിരിക്കുന്നു. മോളെ, ഉമ്മ അത് കണ്ടു. എൻ്റെ പൊന്നാര മോളെ, നീരിറങ്ങൂല, അങ്ങനെയൊക്കെ തോർത്ത് കെട്ടി വെച്ചാൽ ഇങ്ങ് തന്നെ. അപ്പോഴേക്കും ഉമ്മ ഒരു ഉണങ്ങിയ തോർത്തെടുത്ത് ബുഷിയുടെ മുടി നന്നായിട്ട് തോർത്തി കൊടുക്കുന്നു. മോളെ ഇതാ ഇവിടെ നിന്നിരുന്നോ, ഈ ഫാനിൻ്റെ ചോട്ടിലൊന്ന് ശരിക്കൊന്ന് മുടി ഉണങ്ങട്ടെ, എന്നിട്ട് കെട്ടി വെക്കാട്ടോ. ഈ നല്ല മുടിയൊക്കെ കേടുവന്ന് പോവില്ല മോളെ എങ്ങനെ കെട്ടി വെച്ചാൽ. ഉമ്മ, അത് സാരല്ല, അതൊക്കെ ഉണങ്ങിക്കോളും. അല്ല മോളെ, ഇങ്ങ് വാ. പഠിച്ചോനെ, ഒരു ദിവസം ഒഴിവ് കിട്ടലില്ലല്ലോ, എന്നോ ഈ പോക്കും വരവൊക്കെ ആയിട്ടേ. ബുഷിയെ നല്ല രീതിയിൽ അതാ ഉമ്മ തല തോർത്തി കൊടുത്തു. ഉമ്മ പറഞ്ഞു, മോളെ നല്ലോണം ഒന്ന് കാറ്റ് കൊണ്ട് ഉണങ്ങട്ടെ, അങ്ങനെ നനവോടുകൂടെ കെട്ടി വെക്കല്ലേ കേട്ടോ.
അപ്പോഴേക്കും ഉമ്മ പായസവും ബിരിയാണിയും എല്ലാം സെറ്റാക്കിയിരുന്നു. ഒരു നിമിഷം അവൾ ഓർത്തു, പഠിച്ചോനെ ഒന്നും എന്നെ ഹെൽപ്പ് ചെയ്യാൻ സമ്മതിച്ചില്ല. അല്ലെങ്കിൽ ഈ ബിരിയാണിക്കുള്ള മസാലയും കാര്യങ്ങളൊക്കെ എപ്പോഴാണ് ഉണ്ടാക്കിയത്? അതൊന്നും ഞാൻ കണ്ടതുമില്ല. പാവം, ഒരു പക്ഷേ ഉമ്മ രാത്രി തന്നെ നേരത്തെ എഴുന്നേറ്റ് അതെല്ലാം സെറ്റാക്കിയിട്ടുണ്ടാകും. ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞില്ല റബ്ബേ, വല്ലാത്ത സങ്കടം. എന്നാൽ ഉമ്മ അതാ ചോറെല്ലാം ദമ്മിട്ട് വെച്ചിരിക്കുന്നു. പായസം എടുത്തുകൊണ്ട്, മോളെ ഇന്ന് ഇത് കുടിച്ചോ എന്ന് പറഞ്ഞ് അവളുടെ നേരെ നീട്ടുമ്പോൾ അവൾ ചോദിച്ചു, ഉമ്മ ഇതൊക്കെ? മോളൊന്നുകൊണ്ട് വിഷമിക്കേണ്ട, അതൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചു മോളെ. എന്ത് പണിയും ചെയ്യാം, ഉമ്മാക്കൊരു മടിയില്ല. ഉമ്മാക്ക് ആരോഗ്യം ഉണ്ടായി കിട്ടുക, എനിക്കെല്ലാം ചെയ്യണ ഇഷ്ടമേ ഉള്ളൂ. വെറുതെ ഇരിക്കണ ഇഷ്ടമല്ല മോളെ. മോളൊന്നും വിചാരിക്കേണ്ട, മോൾ കുടിക്ക്. ഉമ്മ, പെരുന്നാളായിട്ട് എനിക്ക് ഉമ്മയെ ഹെൽപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതെനിക്ക് വല്ലാത്തൊരു, എൻ്റെ പൊന്നാര മോളെ, അതൊന്നും സാരല്ല. നീ അൻഷിഫിൻ്റെ കൂടെ നല്ല രീതിയിൽ ജീവിച്ചാൽ മതി. ഉമ്മാക്ക് അതേ ആഗ്രഹമുള്ളൂ, വേറൊന്നുമല്ല. എൻ്റെ കുട്ടിയുടെ ജീവിതം മോളുടെ കയ്യിലാണ്. എൻ്റെ മോള് വിചാരിച്ച് എന്തും നടക്കും. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കുട്ടി, എൻ്റെ മോൻ പാവാണ്, നിഷ്കളങ്കനാണ്. പക്ഷേ എന്തെങ്കിലും കേൾക്കുമ്പോൾ ചിലപ്പം ദേഷ്യം പിടിക്കും. ദേഷ്യം പിടിച്ച് അവൻ ആ ദേഷ്യം അപ്പോഴന്നെ അങ്ങ് മാറുകയും ചെയ്യും, നന്നായി വരും. ഞാൻ ചിലപ്പോൾ എന്നോട് എന്തെങ്കിലും വഴക്കുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയും, പിന്നെ ഉമ്മാന്ന് വിളിച്ച് വരും. പിന്നെ നമ്മളിപ്പോൾ മിണ്ടാന്നൊരു കാര്യമില്ലല്ലോ. അങ്ങനെയാണ്. അന്ന് വിവാഹത്തിൻ്റെ സമയത്ത് അവൻ ഒരുപാട് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. ഉമ്മ, ഒരിക്കലും എനിക്ക് ഒരു പെൺകുട്ടിയെ ചതിക്കാൻ കഴിയൂലമ്മ എന്ന് പറഞ്ഞു ഒരുപാട്. അപ്പം ഞാൻ പറഞ്ഞു, അതൊക്കെ പഠിച്ചോ വിചാരിച്ചാലൊക്കെ നടക്കും മോനെ, നീ ഒന്നും വിചാരിക്കല്ല, നീ ദയവായി ഒരു കല്യാണം കഴിക്ക് എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഉമ്മാക്കിപ്പോൾ ഞാൻ കല്യാണം കഴിച്ചിട്ട് എന്തിനാ എന്നൊക്കെ പറഞ്ഞ് എന്നോട് ചൂടായിപ്പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നും മിണ്ടിയില്ല. ഞാൻ ഓൻ്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മ എന്ന് വിളിച്ച് വരുന്നുണ്ട്. പിന്നെ എങ്ങനെ ഞാൻ മിണ്ടാതിരിക്കും? എൻ്റെ കുട്ടി അങ്ങനെയാണ്. ഏതായാലും മോളൊന്നും വിചാരിക്കും, മോളൊന്നും കൂടെ നിന്നാൽ മതി അവൻ്റെ കേട്ടോ. ജീവിതത്തിൽ ഓൻ്റെ കൂടെ ഉണ്ടാകണം, ഓനിട്ട് ഉപേക്ഷിച്ച് പോകരുത് മോളെ. അത് മാത്രമേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. ഒരു നിമിഷം ബുഷി ചിന്തിച്ചു, അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഉമ്മ എന്നെ കൂടുതൽ സ്നേഹിക്കുന്നത്, ഉമ്മ എനിക്ക് വേണ്ടി എല്ലാം ഒരുക്കി തരുന്നത്. കാര്യം മറ്റൊന്നുമല്ല, അവരുടെ മകനോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുക, അവൻ ഉപേക്ഷിച്ച് പോകരുത് എന്നതാണ് ആ ഉമ്മയുടെ ആഗ്രഹം. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ ഉമ്മ, അത് പൊന്നുമോനെത്തി. മോനെ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അല്ല മോനെ, എപ്പോഴാ അറിവ്? ഉമ്മ, അത് ഞാൻ പോവുകയാണ്, എന്തെങ്കിലും. അപ്പോൾ തന്നെ ഉമ്മ അതാ അവനക്ക് പായസം. വേണ്ട മോളെ ബുഷിയേ, ഈ പായസം കൊണ്ടുകൊടുത്തേക്ക് അവനക്ക്. ഉമ്മ കൊടുത്തോളൂ. അല്ല മോളെ, ഭാര്യയും ഭർത്താവാകുമ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഭക്ഷണം കൊടുത്തിട്ടും അങ്ങനെ എല്ലാം നല്ലൊരു രീതിയിലാവണം, എങ്കിലും സ്നേഹം കൂടുതലായി ഉണ്ടാവുള്ളൂ. ഉമ്മ അവളുടെ കയ്യിൽ പായസം കൊടുത്തു. ഇതാ, അവൾ പായസവുമായി വന്നു. ശരിക്കും ബുഷിയെ കണ്ട് അതാ അൻഷിഫ് ഒന്ന് ഞെട്ടി. മാഷാ അല്ലാ, ഗോൾഡ് നിറത്തിൽ ഒരു ചുരിദാറാണ് അവൾ ധരിച്ചിരിക്കുന്നത്. അതെ, അവളുടെ മുടിയിഴകൾ പിറകിലായി ആകെ ഊർന്നു കിടക്കുന്നുണ്ട്. അതിൽ നിന്ന് വെള്ളത്തുള്ളികൾ പതുക്കെ ഉറ്റി അത് ആ ചുരിദാറിൻ്റെ തലപ്പാകെ നനഞ്ഞ പോലെ. ശരിക്കും അവനത് നോക്കി നിന്നു. ബുഷിയുടെ അതീവ സൗന്ദര്യം അവൻ ശരിക്കും ഒന്ന് ആസ്വദിച്ചു. അവൾ പായസം നൽകുന്നതിനിടയിൽ അവനത് വാങ്ങാൻ പോലും മറന്ന പോലെ. ഇക്ക, എന്ത് നോക്കുന്നത്? പായസം ഇതാ. ഓ ബുഷി, ഞാൻ എന്തൊരു സ്വപ്നലോകത്തേക്ക് കടന്നു. അങ്ങനെ അതാ അവൾ പായസം നൽകി. ഉമ്മ കുറച്ച് നെയ്യപ്പവും ചുട്ടിരുന്നു, അതും കൊടുത്തു. ഇതൊന്നും വേണ്ട ഉമ്മ, ഇപ്പം ഇനി ഇത് കഴിക്ക് മോനെ, ഇന്ന് രാവിലെ ചുട്ടതാ മോനെ. പിന്നെ ബിരിയാണി കഴിക്കാനായോ? ഇല്ലുമ്മ, ഞാൻ അറിവിൻ്റെ സ്ഥലത്തുനിന്ന് പോയിട്ട് വരാം. ഏതായാലും നമ്മൾ ഏൽപ്പിച്ചതല്ലേ, അപ്പോൾ പണിക്കാരൊക്കെ ഉണ്ട്, എങ്കിലും ഒന്ന് കൂടെ നിൽക്കുന്നത്. മോനെ ചെല്ലേ. ഏതായാലും പൊന്നു മോനെ, മനസ്സിൽ നെയ്യത്ത് വേണം കേട്ടോ. എല്ലാം അത് ഉമ്മയുടെ പണിയായിരുന്നു. പൊന്നു മോനെ, നമുക്ക് ഇപ്രാവശ്യം ഒരു ഉലഹിയത്തിന് ഒരു മൃഗത്തെ വാങ്ങിക്കൊടുക്കണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഉമ്മയുടെ മനസ്സിൽ പല നെയ്യത്തുകളും ഉണ്ടായിരുന്നു. നെയ്യത്ത് മറ്റൊന്നുമല്ലായിരുന്നു റബ്ബേ. അതെ, എൻ്റെ കുട്ടി ഒരിക്കലും വിഷമിക്കരുത്, അവന് നല്ല ജീവിതം, നല്ല ദാമ്പത്യ ജീവിതം ഉണ്ടാവണം, അവർ രണ്ടുപേരും നല്ല രീതിയിൽ റാഹത്തോടു കൂടി കഴിയണം എന്നതായിരുന്നു ഉമ്മയുടെ ആഗ്രഹം. ഉമ്മ, എന്നാൽ ഞാനൊന്ന് പള്ളിയിൽ അവിടെ പോയിട്ട് വരാം, അറിവുള്ള സ്ഥലത്തേക്ക്. ആയിക്കോട്ടെ മോനെ. മോനെ, ആ ഡ്രസ്സൊക്കെ അല്ലും അതൊന്ന് ഞാൻ മാറ്റിയിരട്ടെ, കാരണം രക്തം തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ആയിക്കോട്ടെ മോനെ, ശരി. ബുഷി, എപ്പോഴാ നിൻ്റെ വീട്ടിലേക്ക് പോകേണ്ടത്?
ശരിക്കും അതാ ഭർത്താവിൻ്റെ ആ ഒരു ചോദ്യം കേട്ടപ്പോൾ അവളുടെ മനസ്സിൽ 1000 പൂക്കൾ വിരിഞ്ഞു. അവൾക്ക് ഭയമായിരുന്നു. കാര്യം മറ്റൊന്നുമല്ല, ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് എൻ്റെ കൂടെ തൻ്റെ ഭർത്താവ് തൻ്റെ വീട്ടിലേക്ക് വരുമോ എന്ന് വരെ ഭയപ്പെട്ടിരുന്നു. എങ്കിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഏതായാലും പോയിട്ട് വരാം, എന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് ഇൻഷാ അല്ലാ നമുക്ക് പോകാം കേട്ടോ, ഇൻഷാ അല്ലാ. അങ്ങനെ അതാ അൻഷിഫ് അവിടെ നിന്ന് പുറപ്പെടുന്നു. ബുഷി ഒരു നിമിഷം വിചാരിച്ചു, റബ്ബേ എത്ര സ്നേഹമുള്ള ഉമ്മയും മകനുമാണ്, അത് ഞങ്ങളുടെ സ്നേഹം തകരണ്ട റബ്ബേ, എന്നീ സ്നേഹം ഉണ്ടായിക്കോട്ടെ. പക്ഷെ സിനാൻ, അവൻ എന്തെങ്കിലും ഒക്കെ ഒപ്പിക്കും, ഉറപ്പാണ്. അവൾ നേരെ ബെഡ്റൂമിലേക്ക് പോയി വെറുതെ ഒന്ന് ഫോൺ എടുത്ത് നോക്കി. അത് ഈദ് മുബാറക്കിൻ്റെ സ്റ്റാറ്റസുകൾ, ഒരുപാട് മൈലാഞ്ചി കൈകൾ, കപ്പിൾസ് ഫോട്ടോസ്, അങ്ങനെ ഒരുപാട് ആളുകൾ ഫാമിലിയുമായി ഫോട്ടോസ്, അങ്ങനെ സ്റ്റാറ്റസുകളെല്ലാം നോക്കുകയാണ്. അതിനിടയിൽ അതാ ഒരു ഈദ് മുബാറക്ക് വരുന്നു. ഒരു നിമിഷം അവൾ, ഇത് ഞാൻ ആ സിനാൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്തതായിരുന്നല്ലോ, ഇതിപ്പോൾ നമ്പർ ആരാണിത്? അറിയാത്തൊരു നമ്പറിൽ നിന്ന് ഒരു ഈദ് മുബാറക്ക് വരുന്നു. ഫോട്ടോ വിടുമുത്തേ എന്നൊരു മെസ്സേജും. ഒരു നിമിഷം അവളൊന്ന് വിചാരിച്ചു, ഇതിപ്പോൾ ആരായിരിക്കും? ആരും ആകാൻ വഴിയില്ല, സിനാനല്ല, അയാളെ ഞാൻ ബ്ലോക്ക് ചെയ്തിക്കണ്. ഒന്നും കൂടെ അവൾ പോയി നോക്കി, അതേ ബ്ലോക്ക് ലിസ്റ്റിലാണ് സിനാൻ കിടക്കുന്നത്. ഇതിപ്പോൾ ഇനി നമ്പർ ആരാ? അവൾ വെറുതെ മെസ്സേജ് അയച്ചു. മറന്നുല്ലേ, നിന്നെ അത്രയ്ക്കും ഇഷ്ടമുണ്ടായതുകൊണ്ടല്ലേ പെണ്ണേ, ഞാൻ എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ് നിന്നെ, ഇഷ്ടം കൊണ്ടാണ്. എന്താ ചെയ്യുക, നിന്നോടുള്ള ഇഷ്ടം എനിക്ക് വേറെ ആരോടും തോന്നിയിട്ടില്ല. അതെ, അവൾക്കത് മനസ്സിലായി. അതെ, അതൊരു വൺ ടൈം വോയിസ് ആയിരുന്നു. ഒരു പക്ഷേ ഞാനത് എൻ്റെ ഭർത്താവിന് കാണിച്ചു കൊടുക്കും എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അത് വൺ ടൈം ആയിരുന്നു. ബുഷി, ഇഷ്ടക്കൂടുതൽ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും, കാട്ടിക്കൂട്ടിയിട്ടുണ്ടാവും. പക്ഷെ നിന്നോടുള്ള സ്നേഹം അതിൻ്റെ മനസ്സിൽ നിന്നും മായുന്നില്ല. എപ്പോഴും നീയാണ്, ഉറക്കത്തിലും ഉണർച്ചയിലും നീയാണ്, കണ്ണടച്ചാലും കണ്ണു തുറന്നാലും നീയാണ്. ഒരു നിമിഷം ബുഷിക്ക് ദേഷ്യം വന്നു. അതെ, ഭാര്യയും കുഞ്ഞുമുള്ള ഒരാളാണ് ഈ മെസ്സേജ് അയക്കുന്നത്, വൃത്തികെട്ടവൻ. ഒരു ഡോക്ടറാണ് പോലും, ഇത്രക്കും ഒരു നാണമില്ലാത്ത ഡോക്ടർ ഉണ്ടാവുമോ? ഞാനൊരു ഭർത്താവിൻ്റെ ഭാര്യയാണ്. പക്ഷേ ദേഷ്യമാണ് അവൾക്ക് വന്നത്. അവൾ ഒരു വോയിസ് കൊടുക്കണം എന്ന് തോന്നി. അതായത്, ഞങ്ങളുടെ ജീവിതം നിങ്ങൾ തകർക്കരുത് എന്ന് പറഞ്ഞിട്ട് അവൾ അപ്പോൾ തന്നെ ടൈപ്പാണ് ചെയ്തത്. വേണ്ട, ഈ ഒരു വോയിസ് ഒരു പക്ഷേ അയാൾ ഫോർവേഡ് ചെയ്യും. ഞങ്ങളുടെ ജീവിതം ദയവായി നിങ്ങൾ തകർക്കരുത്, അത് മാത്രം അവൾ ടൈപ്പ് ചെയ്തു. എന്താ പക്ഷേ, നിന്നെ തകർക്കല്ലല്ലോ, നിന്നെ പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരണ്ടേ? നീ എന്താ, നിനക്ക് ജീവിതം വേണ്ടേ? നിൻ്റെ ജീവിതം ഇങ്ങനെ ഒരു പാഴ്വസ്തുവായി നിർത്തിയാൽ മതിയോ? ജീവിതത്തിൻ്റെ സുഖാനുഭവങ്ങളിൽ നിനക്ക് പങ്കുചേരണ്ടേ? നീ എന്താ ഇങ്ങനെ? സിനാൻ്റെ ആ ഒരു വോയിസ് കേട്ടപ്പോൾ അവൾക്ക് ദേഷ്യം പിടിച്ച് ഫോണെന്ന് എറിയാനാണ് തോന്നിയത്. പക്ഷേ വൺ ടൈം ആയിരുന്നു അതും. എങ്കിൽ അവൾ അയച്ചു, ദയവായി നിങ്ങൾ മെസ്സേജ് അയക്കണ്ട, കോൾ ചെയ്യണ്ട, പ്ലീസ് എന്നെ വെറുതെ വിട്ടേക്കൂ. അതും പറഞ്ഞ് ഫോൺ അവൾ നെറ്റ് ഓഫ് ചെയ്തു അവിടെ വെച്ച് പോന്നു. എന്നാൽ അതാ ബെല്ലടിക്കുന്നു. ഇല്ല, അവനായിരിക്കും, അവൻ തന്നെയായിരിക്കും. ഇല്ല, ഞാൻ കോൾ എടുക്കില്ല. അവൾ അത് നോക്കുക പോലും ചെയ്യാതെ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങി. എന്നിട്ട് വേണം എന്നെ കൊണ്ടുവന്ന് പറഞ്ഞുണ്ടാക്കാൻ. അതായിരിക്കും. അവൾ ഫോൺ എടുക്കാതെ അതാ അപ്പുറത്തേക്ക് പോയി, താഴേക്ക് ഉമ്മയുടെ അടുത്തേക്ക്. ഉമ്മയും കുളിച്ചു മാറ്റി സുന്ദരിയായത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം. അതെ, ഉമ്മ എന്നാൽ കഥകൾ പറയാണ്. പൊന്നു മോളെ, ബാപ്പ ഉണ്ടായിരുന്നെങ്കിൽ ഒരു സന്തോഷമായിരുന്നു. പള്ളിയിൽ നിന്നൊക്കെ വരുമ്പോഴേ ബാപ്പയും മോനും കൂടി ഒരുമിച്ച് വരുമ്പോഴൊക്കെ. ഇതിപ്പോൾ ബാപ്പയില്ലല്ലോ. എന്ത് ചെയ്യാൻ, ഭർത്താവ് നഷ്ടപ്പെട്ട് എത്രയോ സ്ത്രീകൾ ജീവിക്കുന്നു. പക്ഷേ മോളെ, എനിക്ക് കിട്ടാത്ത സൗഭാഗ്യം എൻ്റെ മോൾക്ക് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പഠിച്ചവനോട് ദുആ ചെയ്യുന്നത് മോളെ. എന്നാൽ മുകളിൽ നിന്ന് ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേൾക്കുന്നു. മോളെ, ഫോൺ എടുക്ക്. ഉമ്മ, അതേത് റോങ് നമ്പറാണെന്ന് തോന്നുന്നു. ഓ, അങ്ങനെ. അല്പസമയം കഴിഞ്ഞപ്പോൾ ഇറച്ചിയുമായി അതാ നമ്മുടെ ഡോക്ടർ വരുന്നു. അതെ, ഇത് നമ്മൾക്കുള്ളതാണ്. എല്ലാവർക്കും അങ്ങോട്ട് എങ്ങനെയെന്ന് വെച്ചാൽ ഓഹരി വെച്ച് കൊടുക്കാം. ആ ഭാഗത്തുള്ളവർക്കൊക്കെ ഞാൻ കൊടുത്തു കഴിഞ്ഞു. ഈ ഭാഗത്തുള്ളവർക്കൊക്കെ ഫാമിലീസിലൊക്കെ നമ്മളെ അയൽവാസികൾക്കൊക്കെ ഉള്ളതാണ് ഇതിൽ നിന്ന് കൊടുക്കാം.
എന്നാൽ അദ്ദേഹം ബുഷിയുടെ മുഖത്തേക്ക് നോക്കുന്നില്ല. അവൾ എല്ലാത്തിനും കൂടുന്നുണ്ട് എങ്കിലും അവളുടെ മുഖത്തേക്ക് തന്നെ അവൻ നോക്കുന്നില്ല. ഉമ്മ ചോറ് വിളമ്പി. എന്താന്നാവോ അൻഷിഫ് തന്നോട് പോകുമ്പോഴുള്ള ആ ഒരു സ്വഭാവമല്ല ഇപ്പോഴുള്ളത്. പഠിച്ചോനെ, ഇനി അവിടെയും അവനെത്തി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തോ എനിക്കറിയുന്നില്ല. മോനെ, ഭക്ഷണം കഴിക്കല്ലേ? ഉമ്മ അപ്പോഴേക്കും വിളിച്ചു. അവനൊന്നും കൂടി കുളിച്ച് ഫ്രഷായി അതാ ഭക്ഷണത്തിന് മുമ്പിലേക്ക്. നല്ല ചിക്കൻ ബിരിയാണിയും ബീഫ് വരട്ടിയതും പായസവും അതാ ഉമ്മ അവിടെ കൊണ്ടുവന്ന് വെച്ചു. നല്ല തൈരും അച്ചാറും. ഇതാ മോനെ, കഴിക്ക്. മോളെ വാ, ഇരിക്ക്. എന്നാൽ അവൾക്ക് എന്തെന്നില്ല. എന്താ മോളുടെ മുഖത്തിനൊരു വാട്ടം? കാരണം മറ്റൊന്നുമല്ല, അവൻ മിണ്ടിയില്ല. അതായിരുന്നു പ്രശ്നം. അൻഷിഫ് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കുന്നില്ല. അവൾക്ക് വല്ലാത്ത വിഷമമുണ്ടായിരുന്നു അതിൽ. എന്താ മക്കളെ, ഇവർ കഴിക്ക്. എല്ലാവരും ഒരുമിച്ചിരുന്നു. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അവൻ ചോദിച്ചു, നിനക്കെന്ത് ഫോൺ എടുക്കാം ഇത്ര പ്രയാസം? ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി. അപ്പം നേരത്തെ വിളിച്ചത്? അത് ഞാൻ അതുവരെ നീ ഓൺലൈനിലുണ്ടായിരുന്നല്ലോ. എൻ്റെ കോള് വന്നപ്പോൾ നീ എന്താ എടുക്കാതിരുന്നത്? തൻ്റെ ഭർത്താവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ബുഷി ഒന്ന് ഞെട്ടി. പഠിച്ചോനെ, ശരിയാണ്, ബെല്ലടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു. എന്താ, വേറെ ആരെങ്കിലും നിനക്ക് വിളിക്കാണ്ടായിരുന്നോ? എന്താ മോനെ നീ പറയുന്നത്? നിനക്ക് സംശയരോഗം ഈടെയായിട്ട് കുറച്ച് കൂടിയിരിക്കണം കേട്ടോ. ആ, അവളെ അതൊന്നും പറയാൻ വെറുതെ നിൽക്കണ്ട. എന്തോ ഉമ്മ? മോൻ ഭക്ഷണം കഴിക്കേ. ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി പറയാം. അവർ ഒന്നും മിണ്ടാതെ ഭക്ഷണം കഴിച്ചു. ബുഷി പറഞ്ഞു, ഉമ്മ നല്ല ടേസ്റ്റ് ഉണ്ട് ബിരിയാണി. അവൾ വിഷയം മാറ്റി നല്ല രീതിയിൽ സമാധാനപരമായ അന്തരീക്ഷം സൃഷ്ടിക്കാനായിരുന്നു അവൾ വിചാരിച്ചത്. ഉമ്മ നല്ല രസമുണ്ട്. എന്നാൽ അത് കേട്ട് അവൻ പറഞ്ഞു, എൻ്റെ ഉമ്മയല്ലേ ഉണ്ടാക്കിയത്, ടേസ്റ്റൊക്കെ ഉണ്ടാവും. ഉമ്മ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. അതെ, മൈൻഡ് മാറിയിട്ടുണ്ട്. പഠിച്ചോനെ, ഇങ്ങനെയൊക്കെ ആയിത്തീർന്നാൽ ഞാൻ എന്താ ചെയ്യുക? എനിക്കറിയുന്നില്ല. എന്തൊക്കെയോ ഒരു ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ബുഷി, എപ്പോഴാണ് പോകേണ്ടത്? മക്കളെ വേഗം പോയിക്കോളേ കേട്ടോ. ആ, പോകുന്നതിന് മുമ്പായിട്ട് നമ്മളിവിടെ എളാപ്പാൻ്റെയും മൂത്താപ്പാൻ്റെയും വീട്ടിലൊന്ന് പോയി പോര് കേട്ടോ. അവിടേക്ക് ഒന്ന് പോയി പോന്നിട്ട് നിങ്ങൾ പോയിക്കോളൂ കേട്ടോ. കാരണം പെരുന്നാളല്ലേ, ഒന്ന് പോകാഞ്ഞാലും മോശമല്ലേ. ഉമ്മയുടെ നിർദ്ദേശപ്രകാരം ബുഷി മാറ്റിയൊരുങ്ങി. പുതിയ ഡ്രസ്സാണ് അവൾ ധരിച്ചത്. വീട്ടിൽ നിന്ന് ഇടുന്ന ഡ്രസ്സ് മാറ്റി മറ്റൊരു ചുരിദാർ അവൾ ധരിച്ചപ്പോൾ, ഇളം നീല നിറത്തിലുള്ള ആ ഒരു ചുരിദാർ ധരിച്ചപ്പോൾ ശരിക്കും അതാ ബുഷി വളരെയധികം ഭംഗിയുള്ള ഒരു മാലാഖ പെണ്ണായി മാറി. അൻഷിഫ് അവളെ നോക്കി പുഞ്ചിരിച്ചു. ബുഷി, സൂപ്പറായിട്ടുണ്ട്. വാ, നമുക്ക് ഫോട്ടോ ഒന്നും എടുത്തില്ലല്ലോ. രാവിലെ തിരക്ക് കാരണം എനിക്ക് ഫോട്ടോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. ഉമ്മ വരി. ഉമ്മയെയും കൂട്ടി അവർ അതാ ഫോട്ടോ എടുക്കുന്നു, സെൽഫി എടുക്കുന്നു. നീല ചുരിദാറിൽ അതീവ മനോഹരമായിട്ടുള്ള ബുഷി, അതെ, അവളെയും കോർത്ത് പിടിച്ചുകൊണ്ട്, തോളിൽ കൈയിട്ടുകൊണ്ട്, ചേർത്ത് പിടിച്ചുകൊണ്ട്, ഒപ്പം ഇരുന്നു കൊണ്ട്, നടന്നുകൊണ്ട്, നിന്നുകൊണ്ട്, അങ്ങനെ പല രീതിയിലുള്ള ഫോട്ടോസും അവർ എടുക്കുന്നു. അവൻ അത് ആ നിമിഷം തന്നെ സ്റ്റാറ്റസ് ഇടുകയും ചെയ്തു. എന്നാൽ ഈ നിമിഷം അതാ സിനാൻ ആ സ്റ്റാറ്റസ് കാണുന്നു. അതെ, ബ്ലൂ കളർ ചുരിദാർ ധരിച്ച ആ മാലാഖ പെണ്ണ്. ശരിക്കും അവൻ ആ ഫോട്ടോ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഓഹ്, എന്തൊരു മൊഞ്ച പെണ്ണെ നിന്നെ കാണാൻ. അതെ, അവൻ്റെ കൂടെ ജീവിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം അവൻ്റെ അടുത്ത് ഒന്നുമില്ല. നീ എൻ്റെ കൂടെ ജീവിക്കാൻ വാ. നിനക്ക് വേണ്ട എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും ഞാൻ തന്നിരിക്കും. ആ കഴിവ് കെട്ട അൻഷിഫിനെ ഉപേക്ഷിച്ച് എൻ്റെ കൂടെ വന്നൂടെ? ശരിക്കും അതാ അവൻ ആ ഫോട്ടോസ് എല്ലാം സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുന്നു, ബുഷിയുടേത് മാത്രം. എന്നാൽ ഇതൊന്നും അറിയുന്നില്ല അൻഷിഫ്. ബുഷി, പോയാലോ? ആ, ഓക്കെ. അങ്ങനെ അതാ അവർ അവരുടെ ഫാമിലീസിൻ്റെ വീട്ടിലേക്കൊക്കെ പോകുന്നു. ശരിക്കും ബുഷിയെ കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷം തോന്നി. എന്നാൽ അവരൊക്കെ വിചാരിച്ചു, എന്നാലും അവൻക്ക് ഇങ്ങനെ ഒരു പെണ്ണിനെ കിട്ടിയല്ലേ, അതും സന്തോഷം തന്നെ. സന്തോഷത്തോടുകൂടി കഴിയട്ടെ. വേഗം പഠിച്ചവനൊരു കുഞ്ഞിക്കാലം നൽകട്ടെ. അങ്ങനെ അതാ അവർ സന്തോഷത്തോടു കൂടി നേരെ ബുഷിയുടെ വീട്ടിലേക്ക് പോകുന്നു. ഉമ്മ, ഞങ്ങൾ പോയിട്ട് വരാട്ടോ. ഉമ്മ പോരി, ഉമ്മയും കൂടെ. പൊന്നു മക്കളെ, നിങ്ങൾ പോയി വരി. ചിലപ്പോൾ ആങ്ങളെ വരുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആരും ഇല്ല, ഞാൻ പറ്റൂരല്ലോ. പെരുന്നാളല്ലേ, വീട് അടിച്ചുവിട്ടി പോകാൻ പറ്റൂരല്ലോ. ആയിക്കോട്ടെ ഉമ്മ, മക്കൾ പോയി വരി കേട്ടോ. ഉമ്മ, പോയിട്ട് വരാം. ആ, ആയിക്കോട്ടെ. പഠിച്ചോനെ, എൻ്റെ മക്കളുടെ സ്നേഹം നിലനിർത്തണേ അല്ലാ. റബ്ബേ, അല്ലാ, അവർ എന്നും സന്തോഷത്തോടു കൂടി ഇങ്ങനെ ജീവിക്കണ കാണണേ റബ്ബേ. ആ ഉമ്മ ഹൃദയം പൊട്ടി പ്രാർത്ഥിച്ചു. എന്നാൽ ഈ സമയം സിനാൻ അതാ അവൻ സ്റ്റാറ്റസ് വെച്ച ഓരോ ഫോട്ടോസും എടുത്ത്
അവളെ നല്ല രീതിയിൽ സൂം ചെയ്ത് ക്രോപ്പ് ചെയ്ത് നോക്കുകയാണ്. എൻ്റെ സൗന്ദര്യത്തിടമ്പേ, എന്തൊരു ഭംഗിയാ പെണ്ണേ നിന്നെ കാണാൻ. എന്താ എൻ്റെ കൂടെ നിനക്കെന്താ വരാൻ പറ്റൂലേ? നീ എന്തിനാ അവൻ്റെ കൂടെ ജീവിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാനാ? നീ മനസ്സിലാകും എന്നെങ്കിലും അന്ന് ഞാൻ നിന്നെ സ്വന്തമാക്കും. അവൻ്റെ മനസ്സിലെ ക്രൂര ചിന്തകൾ അതായിരുന്നു. എന്നാൽ പാവം ബുഷിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാര്യം മറ്റൊന്നുമല്ല, സിനാനെയാണ് അവൾ ഭയന്നത്. ഒരു പക്ഷേ ഭർത്താവിനോട് പറഞ്ഞിട്ട് മനസ്സിലാകാത്ത സിറ്റുവേഷനാണ്. അതിനെക്കുറിച്ച് പറഞ്ഞാൽ നേരെ ഷാമിലിൻ്റെ കാര്യം എടുത്തിടും. അതുകൊണ്ട് തന്നെ അവളെല്ലാം ക്ഷമിച്ചു, സഹിച്ചു. എല്ലാം ഒന്ന് പുറത്തറിയണം, എങ്കിൽ മാത്രമേ അൻഷിഫിനെല്ലാം ബോധ്യമാവുകയുള്ളൂ. അല്ലെങ്കിൽ അതുവരേക്കും ഷാമിലൊരു കള്ളനായി തന്നെ തുടരേണ്ടി വരും. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.